നിയന്ത്രിക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ ഒരു ശീലമാണ്. ആ ശീലം മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ഗുണ്ടാപ്പണിയിൽ എത്തി നിൽക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. ഇനി എന്ത് അന്താരാഷ്ട്ര നിയമം, എന്താ ഐക്യരാഷ്ട്രസഭ എന്ന് തന്നെ ചോദിക്കേണ്ടതായി വരും. വെനസ്വേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ ഇപ്പോൾ ഇറാനിൽ ആഭ്യന്തര സംഘർഷം സൃഷ്ടിച്ച് ഇടപെടാനാണ് അമേരിക്കയും ഇസ്രായേലും തയ്യാറായിരിക്കുന്നത്. അതിന്റെ എഫക്റ്റാണ് ഇപ്പോൾ ഇറാനിൽ കാണുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ. ഉപരോധം തീർത്ത് സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞുമുറുക്കിയ അമേരിക്കൻ സാമ്രാജ്യത്വം ചാരന്മാരെ ഇറക്കി പ്രതിഷേധ തീപടർത്തിയാണ് ഇറാനിൽ അട്ടിമറിക്ക് ശ്രമിച്ചിരിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളെ ഉപയോഗിച്ച ഇറാൻ ഭരണകൂടത്തിനെതിരെ വ്യാപക പ്രചരണങ്ങളും അമേരിക്കയും ഇസ്രായേലും പടച്ചുവിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ നീക്കങ്ങളെ ഗൗരവമായി കണ്ട് ശക്തമായ നടപടി സ്വീകരിച്ച ഇറാൻ ഭരണകൂടം അമേരിക്കയുടെ